തമ്മിലടിച്ച് വിശ്വാസികൾ. അങ്കമാലി അതിരൂപതയിൽ ഏറെ നാളായി നിലനിൽക്കുന്ന ഏകീകൃത കുർബാന തർക്കം ജൂലൈ 3 മുൻപ് പരിഹരിക്കാൻ നീക്കം. മാർ റാഫേൽ തട്ടലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അച്ചടക്ക നടപടി നേരിടുന്ന വൈദികരെ ദേവാലയങ്ങളിൽ കയറ്റരുതെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നടത്തിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഒരു പകൽ മുഴുവൻ നമ്മൾ കണ്ടത് വലിയ സംഘർഷങ്ങളുടെ കാഴ്ചകളായിരുന്നു അവിടെ നിന്ന്. ഇനിയും ഇപ്പോൾ ജൂലൈ 3 മുമ്പ് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാമെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയെങ്കിൽ പോലും അതിനു മുന്നോടിയായി ഇന്നടക്കം മറ്റ് അനുബന്ധ ചർച്ചകളൊക്കെ നടക്കുമോ? അപ്പോഴും ഈ വിമത വിഭാഗത്തെയും അനുകൂലിക്കുന്ന വിഭാഗത്തെയും ഒക്കെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ സഭയ്ക്കാകുമോ എന്നുള്ള വലിയ ചോദ്യം കൂടിയുണ്ട്. ആര്യ, ഈ പള്ളിത്തർക്കം കുറച്ച് വർഷങ്ങളായി നമ്മൾ കാണുന്നതാണ്. ഓരോ ചർച്ചകൾ കഴിയുന്തോറും ഇപ്പോൾ ആ പ്രശ്നം പരിഹരിക്കും, ഇനി തർക്കങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷേ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തെരുവിലെ യുദ്ധമാണ്. ഇന്നലെയും നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ പ്രതിഷേധമായിരുന്നു വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇനി ഈ വൈദികരെ, നടപടി നേരിട്ട 20ഓളം വരുന്ന വൈദികരെ, അവരെ ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചതായിരുന്നു അവരുടെ പ്രകോപനത്തിന് കാരണം. ഈ സഭയ്ക്കെതിരായി നിൽക്കുന്ന മാർപ്പാപ്പ പോലും ഈ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ട് പോലും അതനുസരിക്കാത്ത സഭാവിരുദ്ധരായിട്ടുള്ള നടപടി നേരിട്ട വൈദികരെ, അവരെ ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചതാണ് ഇന്നലത്തെ പ്രകോപനത്തിന് കാരണം. ജോസഫ് മാർ പാംബ്ലാനി അടക്കമുള്ള വികാരിമാർ ഇവർക്കെതിരായിട്ടുള്ള, വിശ്വാസികൾക്കെതിരായിട്ടാണ് നിൽക്കുന്നത്. ഈ വൈദികരെ അനുകൂലിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ, ഈ വിശ്വാസികളെ കേൾക്കാതെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു തരത്തിലേക്ക് മാറുന്നതിലായിരുന്നു വലിയ പ്രതിഷേധമുണ്ടായത്. പോലീസൊക്കെ എത്തി അവരെ തടയുന്ന സാഹചര്യം ഉണ്ടായി. വലിയ വാക്ക് തർക്കങ്ങളും കയ്യേറ്റങ്ങളും ഒക്കെ ഉണ്ടായി. അതിനിടയിൽ ഇന്നലെ രാത്രിയോടുകൂടി ഈ യോഗം 5 മണിയോടുകൂടിയായിരുന്നു യോഗം അവസാനിച്ചത്. ആ സമയത്ത് പോലും മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്കൊക്കെ ഇന്നലെ അവിടെ കാര്യങ്ങൾ പോയത്. വലിയ രീതിയിൽ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ജൂലൈ 3 മുൻപ് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഇന്നലെ ചേർന്ന യോഗത്തിനൊടുവിൽ അവർ തീരുമാനമെടുത്തത്. പക്ഷേ ആ തീരുമാനം വൈദികർക്കെതിരായിട്ടുള്ള നടപടിയിൽ അത് കടുപ്പിക്കണമെന്ന് തന്നെയാണ് വിശ്വാസികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് അനുകൂലമായിട്ടുള്ള, അതായത് ഈ ഏകീകൃത കുർബാന നടപ്പാക്കിയിട്ടില്ലെങ്കിൽ ഈ പ്രതിഷേധവുമായി വീണ്ടും മുന്നോട്ട് പോകാൻ തന്നെയാണ് വിശ്വാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതല്ലാതെ ഈ വിമതപക്ഷത്തിന് അനുകൂലമായി, അല്ലെങ്കിൽ വൈദികർക്കെതിരെ നടപടി നേരിട്ട വൈദികരെ തിരിച്ചെടുക്കുകയോ അവരുടെ പ്രവർത്തികൾ മറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ വീണ്ടും യുദ്ധവുമായി, അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രതിഷേധവുമായി തെരുവിലിറങ്ങുമെന്ന് തന്നെയാണ് വിശ്വാസികൾ ആവർത്തിച്ച് പറയുന്നത്. ഇന്നലെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായി. നമ്മൾ ഇതിനു മുൻപും കണ്ടതാണ്. വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു, പോലീസ് സന്നാഹം, പോലീസിന് നേരെയും ഇവർ വലിയ രീതിയിൽ ആക്രോശിക്കുകയും കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത് ഒരു ആവർത്തനമായിട്ട് വർഷങ്ങളായി നമ്മൾ കാണുന്നതാണ്. ആ ഒരു പ്രശ്നം മാറി വരുന്ന, ഈ അതിരൂപതയിൽ മാറി വരുന്ന ആളുകൾക്ക് പോലും അത് പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആ തർക്കങ്ങൾ നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ജൂലൈ 3 മുൻപ് തന്നെ ഇവരുടെ പ്രശ്നങ്ങളും ഈ തർക്കങ്ങളും എല്ലാം പരിഹരിക്കുമെന്നാണ് ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും വിശ്വാസികളടക്കം ആ ദിവസത്തിനായി കാത്തിരിക്കുകയാണ്. ജൂലൈ 3 മുൻപ് ഇവർ ആഗ്രഹിക്കുന്ന പോലെ ഏകീകൃത കുർബാന നടപ്പാക്കണം. ഈ നടപടിയെടുത്ത വൈദികർക്കെതിരെ അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടും. അതിനായി കാത്തിരിക്കുകയാണ് വിശ്വാസികളും. തീർച്ചയായും. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർത്തത്.